പാതയോരത്ത് അന്നം മൂട്ടുന്നവരെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒന്നാമത്തെ കാര്യം ഇപ്പം മഴയാണ്, കണ്ടില്ലേ? ഇദ്ദേഹം എന്നും മീൻ വാങ്ങിച്ച് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ദൂര സ്ഥലത്തൊക്കെ പോയി മീനൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അവിടെ അന്തി ഉറങ്ങുന്ന പട്ടികൾക്കെല്ലാം കൊടുക്കും. ഇദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഹോബി തന്നെയാണിത്. കണ്ടോ എങ്ങനെയുണ്ട്? പലരും പട്ടിയെ അതായത് വഴിയോരത്തൊക്കെ കിടക്കുന്ന മൃഗങ്ങളെയും ഒക്കെ ഇങ്ങനെ ഇതുപോലെ കിടക്കുന്നതിനൊക്കെ പൂച്ച, പട്ടി ഇതിനെയൊക്കെ എടുത്തുകൊണ്ട് വന്നൊക്കെ അതിന് വേണ്ട പ്രഥമ ശുശ്രൂഷ ഇതൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ. അതുപോലെ ഗണത്തിൽപ്പെടുന്ന ഒരാളാണ് ഇദ്ദേഹവും. ഇദ്ദേഹത്തെ കണ്ടാൽ തന്നെ ഈ പട്ടികളെല്ലാം ഓടി വരും. ഇദ്ദേഹം ഫുഡ് കൊടുക്കും, അതുപോലെ തന്നെ ബിസ്ക്കറ്റ് വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കും. പിന്നെ ചില സമയത്തൊന്നും മീനില്ലാതിരിക്കും, അപ്പോഴാണ് ഈ ബിസ്ക്കറ്റൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ ഇതേണ്ട എല്ലാ ദിവസവും മീൻ വാങ്ങുമ്പോൾ മീൻ കൊണ്ടുവന്ന് കൊടുക്കും. മീൻകാരനോടും പറയും കുറച്ച് മീൻ തരണേ പട്ടിക്ക് കൊടുക്കാനോ, പട്ടികൾക്കൊക്കെ എനിക്ക് എൻ്റെ കുറേ വളർത്ത് മൃഗങ്ങളുണ്ട് അവർക്കെല്ലാം കൊടുക്കുവാനാണ് എന്ന് പറയും. അങ്ങനെ അപ്പോൾ മീൻകാരനും കുറച്ച് മീനൊക്കെ കൊടുക്കും. അയാൾ ഒരു മനസ്സലിവുള്ള മനുഷ്യനാണ്. അപ്പോൾ എന്തായാലും ഇത് ഒരു നമ്മൾ മനുഷ്യർ മാത്രം ഫുഡ് കഴിച്ചാൽ പോരല്ലോ. ഈ പട്ടികളെ കൊണ്ടൊക്കെ നമുക്ക് പല വിധത്തിലുള്ള ദോഷങ്ങളും അപകടങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അത് പിന്നെ അതങ്ങനെയുള്ള ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഉണ്ടാകും, അതൊന്നും കാര്യമില്ല. പക്ഷേ ഇതണ്ടേ കണ്ടില്ലേ, ഈ പാതയോരത്ത് ഇദ്ദേഹത്തിനൊരു ലൈക്ക് കൊടുക്കേ, ഇദ്ദേഹത്തിനൊരു ഹായ് ഒരു ലൈക്കും ഒക്കെ ഒന്ന് കൊടുക്കേ. പാതയോരത്ത് അന്നം മൂട്ടുന്ന ഈ ആളിന് ഒരു ലൈക്ക് കൊടുക്കണം. ഇത്രയൊന്നുമല്ല പട്ടികൾ, ഇതിൽ കൂടുതലും പട്ടികൾക്ക് അദ്ദേഹം ഫുഡ് കൊടുക്കാറുണ്ട്. പൈസ കൊണ്ട് വാങ്ങിച്ചാണ് കൊടുക്കുന്നത്.